ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സൺഡേയിലത്തെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മൊത്തം കാണാൻ നോക്കണേ. അപ്പം ഞങ്ങളിതാ റെഡിയായിട്ട് എല്ലാവരും വൈകിട്ട് ഒരു 4 മണിയായെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പം നമ്മളിത് ഇറങ്ങി വന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ കാന്താരി ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 മാസമൊക്കെ ആയി കാണും. കാര്യം താഴെ അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് 2 വണ്ടിയിലായിട്ടാണ് എല്ലായിടും പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് പൊയ്ക്കൊണ്ടിരുന്നത് നേരത്തെ. അപ്പം ഇപ്പോൾ എല്ലാം വീണ്ടും ഒരുമിച്ചായിട്ടോ. അപ്പോൾ ദാ ഇവിടെ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഒരു 4:30 ഒക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ നമ്മളെത്തിയപ്പോഴത്തേക്കും പരിപാടിയൊക്കെ തുടങ്ങാൻ ഡെക്കറേഷനും കാര്യമൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഇത്രയും മോനും അവരൊക്കെ ഡ്രസ്സ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത ഫ്ലാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മളിതാ ബലൂണും കാര്യങ്ങളൊക്കെ വീർപ്പിക്കലും പരിപാടിയൊക്കെ ആയിട്ട് ബഹളം നടക്കുകയാണ് കേട്ടോ. അപ്പം ഈ കാന്താരി ആണെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം നോർമലി അവൾ എപ്പോഴും അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, പക്ഷെ അന്നത്തെ ദിവസം അവൾ ഇറങ്ങിയിട്ടേ ഇല്ല. ഫുൾ ടൈം എൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം പിന്നെ നമുക്കവർ സ്റ്റാർട്ടറായിട്ട് ഒരു മറ്റേ മിൻറ്റിൻ്റെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് എരിവും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്കതങ്ങനെ പിടിച്ചില്ല. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് ആണല്ലോ ഇഷ്ടം. അപ്പം അതാട്ടെ അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാൻ നേരമായി. അവരപ്പോൾ ഒരു ലാവൻഡർ തീമായിരുന്നു കേട്ടോ. ഒരു ബട്ടർഫ്ലൈ തീമാണ്, ലാവൻഡർ കളർ. അപ്പോൾ ഇതാണ് ഷൈനിക്ക, പിന്നെ അപ്പൂസ് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേൾ. ബെയ്സ എന്നാണ് കേട്ടോ മോളുടെ പേര്. ബെയ്സ മെഹറിൻ, അത് തന്നെ. ഓക്കെ. അപ്പോൾ അവളുടെ ഡ്രസ്സൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ളൊരു ലാവൻഡർ മയമായിരുന്നു. അപ്പോൾ ബലൂണും കാര്യവും ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു. നല്ല എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നമ്മുടെ മോളുടെ ബർത്ത്ഡേയുടെ ആ ഒരു ഇത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 കേക്കൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് നമ്മളും മോളുടെ ബർത്ത്ഡേക്കൊക്കെ മേടിച്ചതെല്ലാം സെയിം കേട്ടോ. ഞാൻ ഇവിടുന്ന് തന്നെയാണ്, ഇവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഓഫീസിലേക്കൊക്കെ കേക്കൊക്കെ മേടിക്കുന്നത്. നല്ല അടിപൊളി കേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം കേക്കൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് അദീനയാണ് കേട്ടോ. അവളെൻ്റെ ഇപ്പോൾ പുതിയൊരു ഫ്രണ്ടാണ്. അവിടെ വെച്ച് ഞാൻ പരിചയപ്പെട്ട കേട്ടോ. പക്ഷേ നേരത്തെ ചേട്ടനൊക്കെ അറിയാവുന്നതാണ്. ഞാനാണ് കേട്ടോ അവളെ കാണുന്നതും പരിചയപ്പെടുന്നതും. അപ്പോൾ കേട്ടോ നല്ല രസമുള്ളതായിട്ട് സംസാരിക്കുക. അപ്പോൾ അവളും ഒരു ഹോം ബേക്കറാണ് കേട്ടോ. കേക്കൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കും. ഞാൻ കഴിച്ചിട്ടില്ല, അവൾ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഫോട്ടോസൊക്കെ കാണിച്ചു അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവളിനി അതിവിടെ തുടങ്ങുമ്പോൾ ഞാനത് എന്തായാലും വാങ്ങിച്ച് കഴിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ആയിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പ് കേക്ക്, ഡോണറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ മോളുടെ കേക്ക് കട്ടിങ് ഒക്കെ നടക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ കേക്ക് അവർ ഫാമിലി ആയിട്ടൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് നമുക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇവരിതാ ലാവൻഡർ തീമായിരുന്നു. നല്ല കളറായിരുന്നു. പക്ഷേ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ആ ഒരു ലൈറ്റിങ് കറക്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ നല്ല ഫോട്ടോസൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, എനിക്ക് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നിടത്ത് നിന്നു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നീട് രണ്ടാമത്തെ കേക്ക് കട്ടാക്കിയത് പിള്ളേർ സെറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പിള്ളേരും കൂടിയാണ് കട്ട് ചെയ്യാൻ നിന്നത്. അപ്പം നമ്മുടെ കാന്താരീനെ ഇടയ്ക്ക് വിടാൻ പറ്റില്ല, അവൾ കുഞ്ഞല്ലേ. അപ്പോൾ അവളെ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ വെച്ചിരുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. പിന്നീട് ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് ആദ്യമേ അരുൺ സാനോണിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം എനിക്ക് കവറാക്കാൻ പറ്റില്ല. പിന്നെ നമ്മളതൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മൾ മോക്കൊരു കാറ് കണക്കൊരു സംഭവം അതും വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഡ്രസ്സ് ഐറ്റമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നീട് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇനി ഫുഡ് ഐറ്റം അല്ലേ. അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ സ്റ്റാർട്ടറായിട്ട് അവർ നമുക്ക് തന്നത് സമൂസയായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഒരു ടേബിളിൽ എല്ലാവരും കൂടി വന്നിരുന്നു. റീബ ഉണ്ടായിരുന്നു, മോളെ എസ്തുവാണ് കേട്ടോ. അത് നേരത്തെ അതും നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരെല്ലാവരുമായിട്ട് നമ്മളിരുന്ന് ഇങ്ങനെ ഓരോ സമൂസയൊക്കെ അവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ സമൂസയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്വാതിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ടൈം എടുത്ത് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. കറക്റ്റ് ടൈമിൽ വന്നതേ ഇല്ല. അവരതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയോ ഒന്ന് പോയിരുന്നു. മോളുമായിട്ട് അവൾ ഭയങ്കര കൂട്ടാണ് കേട്ടോ സ്വാതി. അങ്ങനെ അവൾ മോളുമായിട്ട് ഇങ്ങനെ ഇത് കളിക്കുകയും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ പിള്ളേർ സെറ്റും എല്ലാവരും ഓരോ സൈഡായിട്ട് ഓരോ ടേബിളിലൊക്കെ ഇരുന്നു. ഇതും നമ്മുടെ ഫ്രണ്ട്സാണ് കേട്ടോ, ചേട്ടൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം ഞാനുമായിട്ട് നല്ല കമ്പനി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർ, നല്ല രസമാണ്.
പിന്നെ നമ്മളെ മോള് താണ്ടിയിരുന്ന് കാല് തടവലും കാര്യങ്ങളും ഭയങ്കര കള്ളത്തരാണ് കേട്ടോ. എന്ന് വെച്ചാൽ കാല് വേദന എന്നൊക്കെ പറഞ്ഞ് സാധ്യതയായിട്ട് ഇങ്ങനെ കളിയുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യമേ നല്ല അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു, മറ്റേ കുക്കുംബറും ക്യാരറ്റും ഒക്കെ. പിന്നെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, നെയ്പ്പത്തലുണ്ടായിരുന്നു, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോ സൈഡിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പം ഞാൻ എന്തൊക്കെയായിരുന്നു, ഞാൻ കുറച്ച് ഫ്രൈഡ് റൈസും ഒരു പൊറോട്ട അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെസേർട്ടിനായിട്ട് അവരിതാ തന്നത് പായസം ഐസ്ക്രീമാണ് കേട്ടോ. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഇത് ഇവരെ കണ്ടോ, ഇവർ എന്നെ ചുമ്മാ കളിയാക്കാം കേട്ടോ വീഡിയോ എടുക്കുന്നതിന്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കായിരിക്കും, നമ്മൾ എന്തായാലും എടുക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ നേരെ വന്നപ്പോഴത്തേക്ക് ഇവർ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ ലാസ്റ്റാണ് കഴിച്ചത്, ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചു. അപ്പോൾ അത് എല്ലാവരും കഴിച്ചു. ലാസ്റ്റ് ഇവരൊക്കെയാണ് കേട്ടോ കഴിക്കായിരുന്നത്. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. സ്വാതി അത് അവിടെ വന്നിരുന്നും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൾ നല്ല രസമാണ് കേട്ടോ. പിന്നെ അതാ പിള്ളേരെല്ലാവരും കൂടി ഇങ്ങനെ ഓടി നടത്തും ബഹളമൊക്കെ ആയി. മോള് കുറച്ച് ലാസ്റ്റ് ആയപ്പോഴേട്ടോ അവൾ കുറച്ച് ആക്റ്റീവായി ഇറങ്ങിയത്, എല്ലാവരുമായിട്ടൊന്ന് മിങ്കിളായി വന്നത്. അങ്ങനെ അതാ എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ കുറച്ച് പേര് മാത്രമേ കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ചിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇത് പിന്നെ മോളിൽ ഡ്രസ്സ് മാറ്റിയിട്ടോ. ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്കിൽ അവൾ പിന്നെ ആ ഒരു ലാവൻഡർ അത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഫ്രോക്കായിരുന്നു. അപ്പോൾ അത് മാറ്റി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, നല്ല വൈറ്റ് ഫ്രോക്കൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ നമ്മുടെ സുന്ദരിത ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഈ പിള്ളേരൊക്കെ കളിക്കുന്നതും ഒക്കെ നോക്കി ഇങ്ങനെ കസേര ഇരിക്കുകയാണ്. ഇടയ്ക്ക് കുറേ നേരം അവരുടെ കൂടെ കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ബലൂൺ കാര്യങ്ങളെല്ലാം കിടന്നത് ചവിട്ടിപ്പൊട്ടിക്കലായിരുന്നു കേട്ടോ ഈ പിള്ളേരുടെ പരിപാടി. അപ്പോൾ ചവിട്ടിപ്പൊട്ടിക്കൽ കുത്തിപ്പൊട്ടിക്കലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ. നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.